വരനു വരനായി അവനുടനണയും പുലരികളിനിയും പുതുമകൾ പറയും. ഈ സീതയ്ക്കും പ്രിയമരുളിയ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ. പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ. നൈസ് മോളെ, നൈസ് നൈസ്. സീതേ, മൈഥിലിക്കുട്ടി, നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. രാജാ സാറിന് വേണ്ടി സുജി ചേച്ചി പാടിയ പാട്ട്. കുറച്ച് പാട്ടുകളാണ് സുജി ചേച്ചി പാടിയിട്ടുള്ളൂ രാജാ സാറിന് വേണ്ടി. പക്ഷേ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ചില ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ശ്രുതി പ്രോബ്ലം എനിക്ക് തോന്നി. നോട്ട്സിന് ക്ലാരിറ്റി ചില സ്ഥലങ്ങളിലൊക്കെ മിസ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ ബ്രെത്ത് കിട്ടാതെ കട്ടാവുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലുമ്മും വന്നു. ഏറ്റവും അവസാനത്തെ പല്ലവിയിൽ പാടിയില്ലേ, ചില ചേഞ്ചസ് പാടിയില്ലേ, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ നന്നായിരുന്നു കേൾക്കാൻ. ഫസ്റ്റ് പല്ലവിയും വലിയ പ്രശ്നമില്ലാണ്ട് പോയി, എന്നാലും കുറച്ച് കൂടി ശ്രുതി അതിലേക്ക് ഒന്നുകൂടി ഒട്ടി നിൽക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവിയില് പൂമൂടും ഭേദമന്ത്രങ്ങൾ, അത് കുറച്ചും കൂടി ശ്രുതിയിൽ വരണം തോന്നി. മിഥുനം. പിന്നെ എനിക്ക് തോന്നിയത് നീരാടി തോർത്തി നിൽക്കും നിർമാല്യ താലമേന്തും, അവിടെയൊക്കെ ശ്രുതി. അത്തക്കുയിലിന് തേവാരം, അവിടെ ശ്വാസം എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ചില ലൈൻസൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. ഈ ശബ്ദം നല്ലൊരു ബ്യൂട്ടിഫുൾ ശബ്ദമാണ്. അപ്പോൾ ഈ പാട്ടിൽ ഈ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതും കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കൂടി അതിമനോഹരമായിട്ട് പാടാൻ സാധിച്ചേനെ നമ്മുടെ മൈഥിലിക്കുട്ടിക്ക്. കഴിവുണ്ടല്ലോ, ദൈവം നല്ല കഴിവ് തന്നിട്ടുണ്ട്. നല്ല ടാലന്റഡ് ആണ് മൈഥിലിക്കുട്ടി. പല പാട്ടുകളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും നമുക്ക് ചില ദിവസം ഒരു ഓഫ് ഡേ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന് കുഞ്ഞിന് ഒരു ചെറിയൊരു ഓഫ് ഡേ പോലെ എനിക്ക് തോന്നി. അത് കുഞ്ഞ് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, ചില പെർഫോമൻസസ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതും പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിക്കറ്റിലുള്ള ഒരു കോട്ടുണ്ട്, ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. അതാണ്, ടാലന്റ് പെർമനന്റ് ആണ്, പക്ഷെ ഫോം എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഓരോ ദിവസം ഓരോ പോലെ ഇരിക്കും, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഇത് എടുക്കേണ്ടത് എന്ന് പറയാണ് അങ്കിൾ കേട്ടോ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്ലെയിൻ ആയിട്ട് അവതരിപ്പിച്ച പോലെ തോന്നുന്നു. പക്ഷെ അത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഇംപ്രസ് ചെയ്യുന്നില്ല പല ഭാഗങ്ങളിലും. ചിലതൊക്കെ ശബ്ദത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായതേ? അപ്പൊ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ ട്യൂൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ രാജാ സാർ അങ്ങനെ ചെയ്തിരിക്കുന്നതിന്റെ വളരെ സൗന്ദര്യമാർന്ന ചില മൂവ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ പാടിയാലാണ് നന്നാവുക. പ്രത്യേകിച്ചും ഡബിൾ സ്പീഡിൽ വരുന്ന വരികളുണ്ടല്ലോ, അത് കൂടുതൽ ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടി റിതമിക്കായിട്ട് പാടേണ്ട ആവശ്യമുണ്ട്. ആ മഴവില്ലൊടിഞ്ഞ് അങ്ങനെ പാടാമോ? മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ. അത് കുറച്ചുകൂടെ പുഷ് ചെയ്യാം. ആ, അടുത്തതും അതുപോലെ തന്നെ. പൊന്മേഘം താഴത്ത് രഥമേറി വന്നല്ലോ. ആ, ഏറി കുറച്ചുകൂടെ ഏറണം. ആ, കമോൺ. രഥമേറി വന്നല്ലോ. ആ, അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് എക്സ്പ്രസീവ് ആവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതൊന്ന് ശ്രദ്ധിക്കണേ. പല കാര്യങ്ങളും ഇത് പുണ്യാഹ പൂമാരിക്കാലം, അതൊക്കെ കൺവിൻസിങ് ആയിട്ടില്ല. അങ്ങനെയുണ്ടോ മകളെ? നമുക്ക് അടുത്ത ദിവസം ഇതിന് മൊത്തം നമുക്ക് തിരിച്ചിടാം, അല്ലേ? നമുക്ക് തിരിച്ച് പിടിക്കാം. അതല്ലേ? ചെയ്യല്ലേ? ഓക്കെ, ഉറപ്പല്ലേ? മൈഥിലിക്കുട്ടി ഒരു വൻ തിരിച്ചു വരവായിരിക്കും വരുന്നത്. ഞാൻ ഈ ഗ്ലും എങ്ങനെയാ വന്നേന്ന് ആലോചിക്കായിരുന്നു. മൈഥിലിക്ക് ഗ്ലും പതിവില്ല. പക്ഷെ ഇന്ന് കുറച്ചൊരു ആ ഒരു എയറി ഒരു വോക്കൽസ് ആന്ന് പറഞ്ഞില്ല, ഒരു ബ്രെത്തിന്റെ ഒരു കണ്ടന്റ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഹസ്കി ആയിട്ട് പാടുന്നതുകൊണ്ടാണ്. അപ്പൊ എന്താവെന്ന് പറഞ്ഞാൽ ത്രോട്ട് ഡ്രൈ ആവും, വോക്കൽ കോർഡ്സ് ഡ്രൈ ആവാൻ തുടങ്ങും. നമുക്ക് ശ്വാസം അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഹസ്കി ആയിട്ട് പാടുമ്പോ ശ്വാസം അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അറിയാതെ തുപ്പലിറക്കി പോവും. അതാണ് ഗ്ലും കേട്ടോ. അപ്പൊ ബ്രെത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെ മൈഥിലിക്കുട്ടി. അങ്ങനത്തെ കുഞ്ഞ് എക്സസൈസ് ചെയ്യാമല്ലോ നമുക്ക്. ഈ ഇതുള്ള സാധനം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈ ഈ ഈ ഈ ഈ ഈ കഴിവതും ഹ ഹ എച്ച് സൗണ്ടുകൾ ഒഴിവാക്കിയിട്ട് ഈ ഈ ഈ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ വവലുണ്ടല്ലോ, അത് മാത്രം വെച്ചിട്ട് ഒറ്റൊരു നോട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ കുറേയൊക്കെ ശരിയാവും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു സാധനമുണ്ട്, ഒരു പിഞ്ച് എക്സസൈസ് എന്ന് പറയും. പിഞ്ച് ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് നമ്മുടെ
ഇവിടുത്തെ വൈബ്രേഷൻ ഇങ്ങനെ ഒന്ന് നമ്മുടെ pitch ചെയ്ത് നോക്കൂ. ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കട്ടിയായിട്ട്. അങ്ങനെ ആക്കരുത്. അതല്ല നമ്മള് സിങ് NG പിഞ്ച് എക്സസൈസ് എന്ന് വരും. അതായത് സൗണ്ട് വരണം, അത്രയും എയർ കുറയണം അവിടെ. പിടിച്ചു നോക്കുക അവിടെ, അപ്പോഴാണ് നമ്മുടെ ത്രോട്ട് എത്രത്തോളം ആ എയർ അതിലേക്ക് കടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ മിനോട്ടി? ചെയ്ത് നോക്കുക. ഒന്ന് try ചെയ്ത് എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ. നോക്കണോ? സിങ് എന്ന് പറയും. സിങ്. അപ്പൊ ഇങ്ങ് വരുമ്പോ എന്താ ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്ക്. ഒരു ഷെയ്ക്ക് കേട്ടോ. അതുണ്ട്. അത് നമ്മള് കറക്റ്റ്. അപ്പൊ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. നമുക്ക് മനസ്സിലാവും എത്ര എയർ അതിലേക്കൂടെ പോകുന്നില്ല എന്നൊക്കെ മനസ്സിലാവും. മത്സ്യേട്ടൻ ഒന്നും ചെയ്യണ്ട. മത്സ്യേട്ടന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒന്നും ചെയ്യരുത്. മധുകൾ ഞെക്കി ഒട്ടിച്ച് ഇതിന് NG പിഞ്ച് എക്സസൈസ് എന്ന് പറയും ഈ സാധനത്തിന്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹസ്കിനെസ് ഒഴിവാക്കാനുള്ള കുഞ്ഞു ട്രിക്സ് ആണ് ഈ എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്. യെസ്. അപ്പൊ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? കിടിലനായിട്ട് പാടണം. ഓക്കെ? മിടുക്കിയാണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മൈഥിലി കുട്ടി, ഇന്നത്തെ സ്കോർ ഇസ് 96.5 ഔട്ട് ഓഫ് 100. കുട്ട ഹാപ്പി അല്ലേ? ഇനിയും ഹാപ്പി ആവണം. എന്നിട്ട് മഴക്കാരൊക്കെ വന്ന് നിൽക്കാണ് പെയ്ക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. അവനുടെ നണയും പുലരികളിനിയും പുതുമകൾ പറയും. മധുകളുടെ ബാഹുബലിയിൽ ആര് ഏറ്റവും ഇഷ്ടം? കട്ടപ്പയാണോ, അതോ ബാഹുബലിയാണോ, പൽവാൽ ദേവനാണോ? ദേവസേന. എന്ത് സംശയം? ആർക്ക് ദേവസേന ഇഷ്ടപ്പെട്ടത്? മധുങ്കളിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാഹുബലി. ബാഹുബലി. ഓക്കെ. എനിക്ക് കട്ടക്ക് കട്ടപ്പ. എല്ലാവർക്കും വെറൈറ്റി ഇഷ്ടങ്ങളായിട്ടോ. അപ്പോ ഇപ്പൊ വരാൻ പോകുന്നത് പെർഫോമൻസ് റൗണ്ട് ആണ്. ബാഹുബലിയൊക്കെ നിങ്ങക്ക് മിസ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ബാഹുബലി കണ്ടൊരു ഫീൽ ആക്കാൻ പോവാണ് ഇവിടെ. അങ്ങ് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ആളെ ഇറക്കിയത്. ലെറ്റ്സ് വെൽക്കം ശ്രീയ കുട്ടി ഓൺ സ്റ്റേജ്. ഹൗ ആർ യു ദേവസേന? ഹലോ. ഞാൻ ഇന്ന് ബാഹുബലിയിലെ പാടാൻ എല്ലാം ഞങ്ങൾ അറിഞ്ഞിരിക്കണു. തിരിഞ്ഞ് മുടിയൊക്കെ ഹായ് ഒരുങ്ങി വന്നേക്കല്ലേ? സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ ഫൈനൽ എക്സാംസ് ഒക്കെ തീർത്തു. ഇപ്പൊ ഞാൻ 9th-ലായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഹൈസ്കൂളല്ലേ. അപ്പം നമ്മുടെ പാട്ട് മുകിൽ വർണ്ണ മുകുന്ദ. മുകിൽ വർണ്ണ മുകുന്ദ. ഓർമ്മിച്ച് എന്താണ്? മുകിൽ വർണ്ണ മുകുന്ദ. നല്ലത്. കട്ടപ്പയാണോ ഇഷ്ടം? എനിക്ക് ദേവസേന, ബാഹുബലി രണ്ടാളെ നല്ല ഇഷ്ടം. നമ്മളെ ടീമാ. പേരായിട്ടോ ഇഷ്ടം? പറഞ്ഞില്ലല്ലോ. എനിക്ക് അവർ രണ്ടുപേരും പേരായിട്ടോ ഇഷ്ടം. രണ്ടുപേരും വേറെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ബാഹുബലിയും ദേവസേനയും അങ്ങനെ നിൽക്കണം. അങ്ങനെ ഒന്നായിട്ടിരിക്കണം. കട്ടപ്പ പിന്നീന്ന് കുത്തിയോണ്ട് എനിക്ക് അത്ര. എത്ര പേര് പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? എന്നാലും അങ്ങനെ ചെയ്യാമോ? അപ്പൊ വേറൊരാളോട് സ്വന്തമായിട്ട് കുത്തു വാങ്ങുകയും ചെയ്തു, മറ്റുള്ളവരെ പോയി കുത്തുകയും ചെയ്തു. അതിനെന്തൊരു കാരണമുണ്ടല്ലോ. ആ കാരണം ഉണ്ട്. എന്തായാലും എനിക്കതിനോട് കണ്ടു. പിന്നെ 4 ഞാൻ കാണാം. ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പാട്ടിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കീരവാണി സാറാണ്. ഈ അടുത്ത ഓസ്കാർ അവാർഡ് ജേതാവാണ് അദ്ദേഹം. പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. കീരവാണി സാറിന്റെ മിക്ക പാട്ടുകൾക്കും ഡബ് ചെയ്യുമ്പോൾ അത് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് എഴുതാറുള്ളത് പലപ്പോഴും. ഞാനും ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ പാടാലോ? ഇത് പാടിയത് നമ്മുടെ ശ്വേതകുട്ടി, ശ്വേത മോഹൻ, സുചിച്ചിറ മോള്, പിന്നെ അതുകൂടാണ്ട് നയന നായർ. ഇവർ രണ്ടുപേരും കൂടിയാണ് പാടിയത്. നയന വി കീരവാണി സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ നാളുകൾ. അപ്പൊ ഈ സിനിമ 2017-ലാണ് റിലീസ് ചെയ്തത്. അപ്പൊ എന്തായാലും ഈ പാട്ട് നമ്മുടെ ശ്രീയക്കുട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എപ്പോഴാ പാട്ട് പാടിത്തരാ? ഇപ്പോഴാണോ പാട്ട് കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ പോകും. മുകിൽ വർണ്ണ
വെരി ഗുഡ് വെരി ഗുഡ് Thank നൈസ്. you. മകളെ ദേവസേന Yes, sir. കട്ടപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. Thank you. ഈ കോസ്റ്റ്യൂം അല്ലേ അത് എന്തൊരു രസമല്ലേ ഇങ്ങനെ. ശരിക്കും ആ എനിക്ക് തോന്നുന്നു അമ്മയടുത്ത് പറയുന്നത് ചിലപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റും കേട്ടോ. ആ സത്യം. വെരി ക്യൂട്ട്. അതാണ്, Thank you. അത് നന്നായിട്ടുണ്ട്. മാത്രമല്ല ആ വളരെ ഗ്രേസ് ഉണ്ടായിരുന്നു ആ ഇടയ്ക്കുള്ള മൂവ്മെന്റ്സ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, അത് വേണമെന്ന് വെച്ച് ടൈലർ മെയ്ഡായിട്ട് തോന്നി. അവിടെ ഇത് വരാൻ പോവാണേ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ കൃത്യമായിട്ട് വന്നു. ക്യാപ്റ്റൻ വിചാരിച്ചില്ലേ ഇപ്പൊ വരും, ഇപ്പൊ വരാൻ പോണു, ബീജം വന്നു, ഇപ്പൊ വരും അപ്പ വന്നു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുറച്ചും കൂടെ നാച്ചുറലായിട്ട് അതിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. യു ഹാവ് ടു ഫ്ലോട്ട്. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. യാദവ എന്ന് പറഞ്ഞ സംഗതി പാടിയത്, അതിന് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ വിസ കിട്ടാനുണ്ടായിരുന്നു സംശയമുണ്ട്. അല്ലെങ്കിൽ എമിഗ്രേഷനിൽ പിടിച്ചു വയ്ക്കും. ഒന്ന് പാടാമോ യാദവ? ബെറ്റർ ആണ്, അതൊന്ന് ശരിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടാൻ. Okay. നമ്മുടെ പാട്ടിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ ഋതത്തിന്റെ സീക്രട്ട് എന്താണ്? ഒരു 1-2 ആണ്. തക തക അതാണ്. അപ്പൊ ആ കറക്റ്റ് പോസ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ സിങ്കപ്പേഷൻ വന്നാലാണ് അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ബിഗിനിങ്? അത് ടും 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 ടം ടും ടും. മുകിൽ വർണ്ണ മുകുന്ദ തകമുകിൽ തകമുകിൽ തക തകമുകിൽ 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 എന്ന് പറഞ്ഞേ മുകിൽ അല്ല, അത് തന്നെ പറയാനാ ഞാൻ പറഞ്ഞേ. തകമുകിൽ 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 തക 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 Come on. തക മുകിൽ വർണ്ണ മുകുന്ദ തക ഋഷികേശാസനന്ദ തക മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ ഭൂമി മേലെ ശരമേഘോനി ഓക്കെ ഓക്കെ, അങ്ങനെ പോവാം. പിന്നെ കണ്ണാ നീ ഉറങ്ങട, അതാണ് ശരി ഈ പാട്ടിന്റെ ഒരു ഹുക്ക് എന്ന് പറയുന്നല്ലേ. കണ്ണാ നീ ഉറങ്ങട എന്നല്ല, കണ്ണാ നീ ഉറങ്ങട അങ്ങ. അവിടെ കുറച്ചുകൂടെ പുഷ് ചെയ്യാം. കമോൺ, 1 2 3 4. കണ്ണാനി ഉറങ്ങടാ, കുറച്ചുകൂടെ പുഷ് ചെയ്യാം. കണ്ണാനി ഉറങ്ങടാ. അപ്പൊ ശ്രുതി മാറാൻ പോകല്ല, ആ സായല് തന്നെ വേണം. ആ കണ്ണാനി ഉറങ്ങടാ, കണ്ണാനി ഉറങ്ങടാ. ആ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് ആണ് പാട്ടിന് ഉള്ള ശ്വാസം. ആ ശ്വാസം ഇല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ മരവിച്ച് കിടക്കും അല്ലേ. സിൽക്കി വെൽവെറ്റ് വോയിസ് ആണല്ലോ, എപ്പോഴും പറയാറുണ്ടല്ലോ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ പാട്ടിൽ പ്രത്യേകിച്ചും. കാരണം ഇങ്ങനെ ഒരു ശബ്ദമാണ് അതിനകത്ത് വരേണ്ടത് ശരിക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഞാൻ നേരത്തെ വിളിച്ചോണ്ടിരുന്ന പേരെന്തായിരുന്നു? ചുന്ദരിമണി. ആ ചുന്തിരി മണിക്കുട്ടി. ആ അത് സഭാഷായിരുന്നു കേട്ടോ. ഓക്കെ ശ്രീകുട്ടി, Yes, sir. എനിക്കും ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ആ ശബ്ദമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പാട്ടിന് വളരെയധികം മാച്ചിങ് ആയിരുന്നു. ഇപ്പൊ MJ അങ്കിൾ പറഞ്ഞല്ലോ, അത് ഒരു എന്താ പറയാ, ശബ്ദം കേൾക്കുമ്പോൾ ഒരു മയിലിങ്ങനെ പീലി നിർത്തി ആടുന്ന പോലത്തെ ഒരു ഫീലാണ് ആ ശബ്ദത്തിന്. Thank you. ഓക്കെ. പിന്നെ എനിക്കും ഈ പറഞ്ഞ കുറച്ചും കൂടി ഫ്ലോ വേണമെന്ന് എനിക്ക് തോന്നി. അത് MJ അങ്കിൾ പറഞ്ഞു. കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ഭയങ്കര അങ്ങനെ പാടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും എനിക്ക് തോന്നി. പല ഭാഗങ്ങളും സൂപ്പറായിട്ട് പാടി. Thank you. പ്രത്യേകിച്ച് സാമന മോഹന എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വോയിസിന്റെ ബ്യൂട്ടി, മാധവ യാദവ വോയിസിന് നല്ല ഒരു പ്രത്യേകത തോന്നി അവിടെ ആ ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ. നല്ല Thank രസമായിരുന്നു. you. പിന്നെ എനിക്ക് ഇത്തിരി ക്ലാരിറ്റി കുറഞ്ഞ തോന്നിയത് നമ്മുടെ മദന മധുസൂദന മനോഹര മധുമോഹന ആ ഭാഗത്ത് എനിക്കാണ് കോറസും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് ഓഡിബിൾ ആയിരുന്നില്ല. Okay. അതൊന്ന് ജസ്റ്റ് ആ ഭാഗം ഒന്ന് പാടാമോ? മദന മധുസൂദന മനോഹര മധുമോഹന മദന മധുസൂദന. അത് കുറച്ച് ധൃതി കൂടി പോകുന്നുണ്ട്. മദന മദന മദനയല്ല മദന മദന മധുസൂദന മദന മദന മധുസൂദന മനോഹര മധുമോഹന. യെസ്, വെരി ഗുഡ്. ഭൂരിഭാഗം ഭാഗങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ കോസ്റ്റ്യൂം സൂപ്പർ, Thank you. വെരി നൈസ്.
പിന്നെ ഡാൻസ് പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടാ. കുറച്ച് പഠിക്കാൻ പോണ നല്ലതായിരിക്കും. ഇതിങ്ങനെ പെർഫോമൻസ് ആണ്, ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് കുറച്ചതും കൂടി ആയാൽ നല്ലതായിരിക്കും. എനിക്ക് സെയിമാ തോന്നിയ ശ്രീകുട്ടി. ആ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചെയ്ത പോലെ തോന്നി. അപ്പൊ ഓവറോൾ എന്താന്ന് പറഞ്ഞാൽ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ശ്രീയ ആക്ച്വലി പാട്ടിൽ ഇൻവോൾവ് ആണോ കണക്റ്റഡ് ആണോ എന്നൊരു സംശയം തോന്നി. ഇല്ലേ വേണ്ട, കുഴപ്പമില്ല, ഒന്നുമില്ല, പാട്ട് ശ്രദ്ധിച്ച് പാടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. മിടുക്കയാണേ, നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും, കോറസും. പിന്നെ എനിക്ക് വിസ്താരം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. സ്ക്രീൻ കാണാൻ ഭയങ്കര ഒരു കൊട്ടാരത്തിലെത്തിയ പോലെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ശ്രീകുട്ടിയുടെ അതുപോലെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. റ്, ക, റ, രാ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ടിന്റെ ഇടയിൽ റാവും രാവും ഒക്കെ ഇടയിലിടയിൽ ഇങ്ങനെ ആയിപ്പോണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുഞ്ഞു 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 ക്ലാരിറ്റി പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. മിടുക്കയാണ്, നല്ല പ്രോഗ്രസ് ഉണ്ട്, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്കിലേക്ക് പോകുന്നതിന് മുന്നേ മധുവങ്ങളുടെ ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലേ? ഓ യാ, തോൽക്കരുത് മധുവങ്ങൾ, ആർക്കും തോൽക്കരുത്. പാട്. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കലങ്ങിടും ഈ കണ്ണിൽ പുലരിനി വന്നിടുമോ? ഏഴകൾ ഈ മണ്ണിൽ പാദം വച്ചിടുമോ? എൻ മനസ്സിൽ ചൂഴും ഇരുളെ മാറ്റും, ദുരിതം നീക്കും, വിധിയെ തീർക്കും തീയെ നീയല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ, വാഴ്വേ വീണ്ടും നീ തന്നല്ലോ. നീ വന്നല്ലോ, നീ വന്നല്ലോ, വാഴ്വേ വീണ്ടും നീ തന്നല്ലോ. ആഹാ, ബാഹുബലി കാണിച്ചു. അതെ വേറൊരു ലോകം അല്ലേ അതെ അതെ മധുവിന്റെ പാട്ടിന്റെ ലോകം. അതെ. ഇത് ശ്രീകുട്ടിയുടെ പാട്ടിന്റെ ലോകം. അപ്പൊ എങ്ങനെയാണ് ക്യാപ്റ്റൻ മാർക്ക് കൊടുക്കാം. കൊടുക്കാം? യെസ്. അപ്പൊ ശ്രീകുട്ടി, യെസ് മാം. your score today is 97.75 out of 100. അപ്പൊ ദേവസേന, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത പാട്ട് നമുക്ക് കലക്കണം, മഴയൊക്കെ പെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശാസനന്ദ. ചില പാട്ടുകളെ, അതിപ്പോൾ സിനിമയായാലും ശരി, ഡിവോഷണൽ ആയാലും ശരി, ഭക്തിയുടെ പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ചില പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ ആ ഭക്തിയിലേക്ക്, അവിടേക്ക്, ആ സത്യത്തിലേക്ക് നമ്മളെ ലയിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടാളും പുപ്പുലികളാണ് ഈ പ്രത്യേകിച്ച് ഈ ഡിവോഷണൽ സോങ്സിന്റെ കാര്യത്തിൽ. MJ സർ ആയാലും മധുചേട്ടനായാലും പുലികളാണ് ഈ കാര്യത്തിൽ കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. അതൊക്കെ ഒരു ദൈവ നിയോഗമാണ് അല്ലേ മധു? തീർച്ചയായിട്ടും, അതൊക്കെ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ. മീനുടി, എന്തോ ഈ പാട്ടില്ലേ ഇപ്പൊ ശ്രീയ പാടിയത്, അതെ, അത് കമ്പോസ് ചെയ്ത ആരാ? നമ്മുടെ കീരവാണി സർ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. കീരവാണി സാറ് നമുക്ക് മലയാളത്തിന് വേറൊരു പാട്ട് കണ്ണന്റെ തന്നിട്ടുണ്ട്. അതേതാണെന്ന് അറിയാമോ? അയ്യോ ഇല്ല. അതിങ്ങനെ അറിയാമോ? എനിക്ക് ആ പാട്ട് അറിയില്ല. സ്ക്രിപ്റ്റിൽ എനിക്ക് അറിയാമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ആ, നമ്മുടെ അമേരിക്കന്ന് വന്ന പോലെ സംസാരിക്കണ പാടുന്ന പാട്ടല്ലേ? യാ 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 എന്ന്. യാ, 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 യാ. എനിക്കറിയാം. മധു ഒരു 2 ലൈൻ പാടി തരാം. ഓക്കെ. ശ്രീനന്ദന നിൻ ലീലകൾ വിണ്ണിൽ നിന്നും മിന്നൽ പിണറുകൾ പെയ്തു എന്റെ കണ്ണിൽ മഴത്തുള്ളികളായി വിടർന്നു. ഗോവർദ്ധനം പൂ പോലെ നീ പണ്ടു കയ്യിലെടുത്താടി കളിയാടി പാവം കന്യമാരും നിൻ മായയിൽ മയങ്ങി.
മനസ്സിലായില്ലേ? ഇതുപോലുള്ള പാട്ടുകൾ മാത്രം മതി നമ്മളെല്ലാം ഭക്തിമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഇപ്പൊ ശരിക്കും പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നല്ല പോലെ പോയി ഇങ്ങനെ മനസ്സ് തുറന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളല്ലേ തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പം നാട്ടിലുള്ളത്. അതെ ആര്യ ചേച്ചി, ശബരിമല സന്നിധാന വികസനത്തിന്റെ ഭാഗമായിട്ട് 778.17 കോടി രൂപയുടെ അനുമതിയാണ് നമ്മുടെ സർക്കാർ നൽകിയിരിക്കുന്നത്. ശബരിമല റോഡ് പാക്കേജിന് വേണ്ടിയും 5 വർഷം കൊണ്ട് 1515.4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൂടാതെ ദേവസ്വം ബോർഡുകൾക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും വേണ്ടി നൽകിയത് 325.53 കോടി രൂപയാണ്. അത് മാത്രമല്ല മീനോട്ട, നമ്മുടെ സ്വകാര്യ ക്ഷേത്ര ജീവനക്കാരുടെ മിനിമം വേതനവും ഇപ്പം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. ആര്യ ചേച്ചി, എന്തിനായിരിക്കും ഞാൻ വിളിച്ചത്? കുട്ടൂസ് കുഞ്ഞൂസ്. യെസ്, കുട്ടൂസ് കുഞ്ഞൂസ് ഏത് റൗണ്ടും കൊണ്ടാ വരുന്നത്. പെർഫോമൻസ് ഡബിൾ ധമാക്കിയാണ് ആര്യ ചേച്ചിക്ക്. ഇന്ന് ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ഇന്ന് പെർഫോമൻസ് റൗണ്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാണാം, റെഡി, വെയിറ്റിംഗ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. ഓ ഹായ് ചേട്ടാ. കുത്തിട്ടാണല്ലോ വരവ്. ഒരു ചേട്ടനല്ലേ? അതെ, ഞങ്ങൾ ഇനി ചേട്ടാന്ന് വിളിക്കത്തുള്ളൂ കേട്ടോ. ആ ശരി ചേട്ടാ, വെൽക്കം. ചേട്ടന് സുഖാണോ? സുഖം. ഓ, ഇതെങ്ങനെയുണ്ട് ഈ മുണ്ട കൊടുത്തിട്ട്? നല്ല സുഖം. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ വരുന്നത്? സാധാരണ ഇങ്ങനെ എന്താ പറയാ, മുണ്ട അഴിച്ചിട്ടല്ലേ വരാറ്? വരാറ്. അങ്ങനെ പറയാതെ അങ്ങനെ അയച്ചിട്ടില്ല, അങ്ങനെയല്ല, നിവർത്തിയിട്ട്. മതങ്ങളുടെ മുഖം മുണ്ട അയച്ചിട്ടാണോ വരാറ്? അവൻ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അല്ലേ? അല്ലേടാ? അവൻ എന്ത് പയ്യൻസ് അല്ല, കടുവയാണ്. കടുവയെ പിടിച്ച കിടുവയാണ്. കിടുവയാണല്ലേ? കിടുവയായിട്ടാ വന്നിരിക്കുന്നത്. കിടുവ. അവൻ അതുമല്ല, കിടുവയെ പിടിച്ച വടുവാണ്. അതെ, ആള് കിടുവ. എന്താടാ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഒന്നും പറയാനില്ലേ? നാട്ടിൽ പോയിട്ട് നീ വിശേഷമുണ്ടോ? നല്ല വിശേഷം. എല്ലാരും എന്നാ പറയുന്നു? എല്ലാരും നല്ലത് പറയുന്നു. നല്ല പാട്ടൊക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു. ആ, അത്രയൊക്കെ തന്നെ. അവൻ എന്തൊരു നല്ല കുട്ടിയാണെന്ന് അറിയാമോ? അച്ഛനും അമ്മയ്ക്കാണ് പ്രത്യേകം നമസ്കാരം. ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നില്ലേ, അത് ഗംഭീരമാണ്. അവൻ അത്രയും ഇന്നസെൻസ് ഉള്ള നമ്മുടെ കുഞ്ഞാണ് അല്ലേ മക്കളെ? യാ, ഞാൻ അറിഞ്ഞത് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് ഇന്നസെൻസ് എന്നാ ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വികൃതിയാന്നാണ് കേട്ടത് ഞാൻ. ആണോ? സത്യം, റിജ്വൽ കുട്ടൻ നമ്മളോട് സത്യം പറ. എങ്ങനെയാ വഴക്കുണ്ടാക്കുവോ ആരോടെങ്കിലും? അതെയോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെയൊക്കെ ഇങ്ങനെ, അങ്ങനെയാണോ? അല്ല, ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. എങ്ങനത്തെ വഴക്കാ ഉണ്ടാക്കുന്നത്? ഒരു വഴക്ക് പറഞ്ഞേ. അടി കൂടുന്ന പോലെ എന്തൊക്കെ ചെയ്യും. അടി കൂടാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യും. ഇടി കൊടുക്കുമല്ലേ ഇടയ്ക്ക്? ഇടി കൊടുക്കാറില്ല. പിന്നെ കളിയാക്കാറുണ്ടോ ആരെങ്കിലും? റീസെന്റ് ആയിട്ട് ആരെയാ നീ തല്ലിയത്? ഇപ്പൊ കുറച്ച് കുറവാ ആളെ തന്നെ. അല്ല, ന്യൂ ഇയറിന് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, ഇത്തവണ അടി ഉണ്ടാക്കില്ല, ഈ വർഷം അതിനുശേഷമൊക്കെ ഉണ്ടായി. കുറവായിരിക്കും എന്ന് പറഞ്ഞു. അവസാനം ആർക്കാണ് ഇടി കൊടുത്തത്? സാമോ? സാമിനെ തല്ലാലേ ഇല്ല. പിന്നെ കളിയാക്കുവോ ആരെങ്കിലും ഒക്കെ? അല്ല, അവൻ എന്നെ കളിയാക്കിയാല് പിന്നെ ഞാനും കളിയാക്കും. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയാലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നാൽ ഞാനും അങ്ങോട്ട് വരും. അങ്ങനെയാണ് അല്ലേ? ചൊറിഞ്ഞ മാന്തും, കേട്ടില്ലേ? നമ്മളെ പേര് അങ്ങനെയാണ്. അതാണ്. അപ്പൊ ആള് കിടുവ. കിടുവ. അപ്പൊ കടുവായെ കിടുവ പിടിച്ചല്ലോ അല്ലേ പാട്ട്? അമ്പമ്പോ അമ്പമ്പോ. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും ഉജ്വല? മരയൊന്നിന് എന്തെങ്കിലും ചെയ്യണോ? അതേ ഒരു വഴി ഞാൻ കാണുന്നുള്ളൂ. റിജ്വൽ, ദ ഉജ്വൽ, ദ പ്രജ്വൽ, ദ ജുവൽ. ഇന്ന് ഫുൾ പ്രാസം ഒപ്പിച്ച് നിൽക്കുക നമ്മള്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കിടുവ സിനിമയുടെ പേര് തച്ചിലേടത്ത് ചുണ്ടൻ. കറക്റ്റ് അല്ലേ? വർഷം 1999. 1999 കറക്റ്റ്. സംഗീതം ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്റർ, എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല സാർ, പാടിയിരിക്കുന്ന ആരാ? നമ്മുടെ സ്വന്തം ദാസാർ. ഓക്കെ, ഇതില് വേറൊരു അടിപൊളി പാട്ടുണ്ട്, കള്ളഞ്ചക്കേട്ടു ആരും കണ്ടാമിണ്ടണ്ട പയ്യെ പയ്യെ കുണ്ടത്തിന്നോട്ടെ. അത് ഇവിടെ എസ്തർ കുട്ടി പാടിയില്ലേ? Yes. 100 മാർക്ക് വാങ്ങിച്ചു. അതെ, അതെ. നോക്കി പാട്ട് കേൾക്കാം. ഓക്കെ, റെഡി? All the ഈ best. പാട്ടിൽ 100 മാർക്ക് കിട്ടുമോ നോക്കാം. All the best. All the best. താങ്ക് യു. Beto, 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 beto.
വീണത് കണ്ടോടാ ഇട്ടുങ്ങി നടുങ്ങി ഒടുങ്ങി മടങ്ങി അടങ്ങി ഒതുങ്ങി കടുവായെ കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു സരി സരി ധനി സരി സാ സരി 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 സാ അടിച്ചും ഒളിച്ചും അരിച്ചും പൊരിച്ചും നനച്ചും കുളിച്ചും കടുവായെ കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു വവ്വാലിനെ ഊഞ്ഞാലാട്ടുന്നു പുഴമീനിന് നീന്തൽ കോച്ചിങ്ങോ കനവും പോയേ കളവും പോയേ കാനാടി കുട്ടിച്ചാത്താവായ സ്വഹാവായ കലക്കി കലക്കി അടിപൊളി അടിപൊളി. രുചില ഇങ്ങോട്ട് പോരെ. ഇതിരിക്കട്ടെ നമ്മുടെ ഉജ്വലിന് മാലയും കിട്ടി. അവന്റെ നിപ്പ് നോക്കേ. എന്തൊരു മിടുക്കനാണ് അവൻ. കണ്ടില്ലേ ഈ പാട്ടൊക്കെ ആടിച്ച് പൊളിച്ച് തകർത്ത് കിടുക്കിയില്ലേ. താങ്ക് യു. ഇങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്. ഗ്രൂമോസ് ഒക്കെ നല്ലോണം പറഞ്ഞിരുന്നുണ്ട്, സംഗതികളും അതൊക്കെ. കടുവായെ കിടുവ പിടിക്കുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. മരയോന്തിന് ചായമടിക്കുന്നു, അങ്ങനെ അങ്ങനെ ചോദിക്കണ ഒരു പ്രത്യേകത. പുഴമീനിന് കോച്ചിങ് വേണമെന്നല്ലേ? നീന്തൽ കോച്ചിങ്. നീന്തൽ കോച്ചിങ്. എനിക്ക് കടുവായ അതൊന്നുകൂടെ കേട്ടാ കൊള്ളാം. അങ്ങനെ കടുവായെ കിടുവ പിടിക്കുന്നു മരയൊന്നിന് ചായമടിക്കുന്നു വവ്വാലിനെ ഊഞ്ഞാലാട്ടുന്നു പുഴമീനിന് നീന്തൽ കോച്ചിങ്ങോ. താങ്ക് യു. പിന്നെ മേള് അതെങ്ങനെ പാടിയ ഒരു രക്ഷയില്ല. എന്നാ ആറ്റിറ്റ്യൂഡാ. അതെ 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 അതെ. എന്തായിരുന്നു ഒരു വള്ളപ്പാടെന്തോരെ ചങ്ങാട മാറ്റുന്നേ. പിന്നെ രണ്ടാമത്തെ പൊടിമായ ലീലാജാലം അടിവേരു പറിക്കുന്നേ. ഓ എന്തോ നമ്മുടെ ഉജ്ജലിനോടാണോടാണോടാണോടാ കളി. പിന്നെ ഹമ്മിങ് ഹമ്മിങ് മേളില് മേളില് അതെങ്ങനെ മേളില് മേളില് സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഇങ്ങനെയൊക്കെ പാടാൻ ആര് പറഞ്ഞു? ഞാൻ കുറച്ച് സൗണ്ടിൽ തുറന്നു പാടണം എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ തുറന്നു പാടി. തുറന്നു പാടാൻ പറഞ്ഞപ്പോ തുറന്നു പാടി. തുറന്നു പാടി. നല്ലൊരു തീരുമാനമായിരുന്നു. അത് അവന്റെ ഹൃദയം തുറന്നു പാട്ടാണ് അവന്റെ. അതാണ് അത് ഗംഭീര. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു ഇപ്പൊ പാടിക്കളയാന്നേ. ടഫാണ് പാടാൻ മീനുട്ടി. വളരെ ടഫാണ്. ഒരുപാട് സംഭവങ്ങളും സംഗതികളും ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആറ്റിറ്റ്യൂഡ് അത് അതിന്റെ ഒരു ഗരിമ അതാണ്. അപ്പൊ സഭാഷ കേട്ടോ.
അങ്കിൾ ഒത്തിരി ഇഷ്ടമായാണ് ഇങ്ങോട്ട് വിളിച്ചാട്ടോ. ഇതിരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ? ഇതിരിക്കട്ടെ ഉജ്ജ്വല, നന്നായി വരട്ടെ കേട്ടോ. ഓക്കെ. എടാ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇത്രയും ശക്തി? എന്താ നീ കഴിക്കുന്നേ? ഹോർലിക്സ് ആണോ? എന്തോ കഴിച്ചു ഉറപ്പാ. കഴിഞ്ഞ റൗണ്ടിന് ശേഷം എന്തോ അവൻ കാര്യമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട്. എന്താ സ്പെഷ്യൽ ഭക്ഷണം? ചവനപ്രാശം അങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല. പിന്നെ എങ്ങനെ പാടുന്നു ഇങ്ങനെ? നാച്ചുറലി വന്ന ശക്തിയാണ്. അല്ല, ഇടക്കിടക്ക് അമ്മ എനിക്ക് ചൂടുവെള്ളമൊക്കെ തരാൻ. അതാണ് ചൂടുവെള്ളത്തിന്റെ ശക്തി. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? പൊറോട്ട, ചിക്കൻ ചില്ലി. അതാണ് നമ്മുടെ റിജ്വൽ കുട്ടന്റെ സീക്രട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവിടെ വന്ന് നിന്നിട്ട്. അതിന്റെ ഇടയിൽ ഒരു ഡാൻസും. ആ ഡാൻസ് എവിടുന്ന് കിട്ടി? അത് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാ. എടാ അത് ഡാൻസ് ആണോ എക്സസൈസ് ആയിരുന്നു? എനിക്കൊരു വ്യായാമം പോലെ അതെ. എക്സസൈസ് ആയിരുന്നില്ല? ഇടയ്ക്ക് മുട്ടുവേദന ഉള്ള പോലെ തോന്നി. ഉണ്ടായിരുന്നോ? അതൊക്കെ അവന്റെ പ്രത്യേക സ്റ്റെപ്പാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ അത് എംജയങ്ങളുടെ ഇഷ്ടായി. അല്ല, ദിവസവും രാവിലെ ഞാൻ ചെയ്യുന്ന എന്തായാലും റിജ്വൽ കുട്ടാ മിടുമിടുക്കൻ, പവറേഷ്, കിടിലൻ ആറ്റിറ്റ്യൂഡ്. അതിന്റെ ഇടക്ക് കോറസ് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടിപ്പോയത് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. മിടുക്കേട്ടാ. ഞെട്ടിധരിച്ചു. അത് സാർ ഇട്ടേക്ക്. സാർ പേടിച്ചിരിക്കുക റിജ്വലിന്റെ പവർ കണ്ടിട്ട്. യെസ്, നമ്മുടെ റിജ്വൽ കുട്ടൻ ആള് കിടുവാ. കടുവയെ പിടിച്ച സൂപ്പർ. താങ്ക് യു. നല്ല കാലിക്ക് അടിപൊളി. നല്ല വാസനയൊക്കെ വരുന്നുണ്ടല്ലോ. അത് അമ്മ അത്ര ജയിച്ചതാ. നല്ല വാസനയുണ്ട്. അടുത്തേക്ക് വന്നപ്പോ തന്നെ നല്ല വാസന. ഞാൻ ഒരു പൂക്കളിന്നായിരിക്കുന്നു. കലാവാസനയും കൊള്ളാം, ഈ അത്തറിന്റെ വാസനയും കൊള്ളാം. എന്തായാലും കലക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു അവസാനം വരെ നല്ല എനർജിയിൽ പാടി, നല്ല ആറ്റിറ്റ്യൂഡ് പാടി, മുണ്ടൊക്കെ മടക്കി കുത്തി നല്ല സ്റ്റൈലിൽ പാടി. അത് ചേട്ടാ ഇത്രയും വരി പഠിക്കണ്ടേ അല്ലേ? ഇത്രയും വരികൾ പഠിക്കണം. അതിലുള്ള വോയിസ് എഫക്ട്സ്, പിന്നെ ദാസേട്ടൻ പാടിക്കണ പോലെ വാഹായ സ്വാഹാവായ എന്നൊക്കെ പാടിയ അല്ലേ? അതെങ്ങനെയാത്? കണ്ട, അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടാ. ആ ഹമ്മിങ് ഒക്കെ എന്തായിരുന്നു? അത്രയും ഹൈ പിച്ചില് സംഗതികളും. മിടുക്കനാ. താങ്ക് യു. ജോത്സ്യം പഠിച്ചു തുടങ്ങിയോ? ഞാൻ ജോത്സ്യം പഠിക്കില്ല. പഠിക്കണില്ലേ? പഠിക്കാൻ ആഗ്രഹമുണ്ടോ? വലുതായിട്ടാകുമ്പോ ഡോക്ടർ ആവാൻ ആഗ്രഹം. അപ്പൊ ജോത്സ്യനാവണ്ട, അച്ഛനെ പോലെ ആവണ്ട. ശരി. എന്നാ പാട്ടുകാരനായ ഒരു ഡോക്ടർ ആവട്ടെ. എന്താ പറഞ്ഞ അതിന് കൊറേ എന്താ? അല്ല, കൊറേ ബുക്കൊക്കെ പഠിക്കണ്ടേ? ചുമ്മാ ചെന്ന് കയറിയതിന് റിജ്വൽ കുട്ടൻ പാട്ടുകാരനായ ഒരു ഭിഷഗ്വരനായി തീരട്ടെ. അതാരാന്ന് അവന് പറഞ്ഞു കൊടുക്ക്. പാട്ടുകാരനായ ഭിഷഗ്വരനോ? ഡോക്ടറോ? ഡോക്ടറിന്റെ മലയാളം അറിഞ്ഞോടല്ലേ? അതാണിത്. അല്ല, അപ്പോത്തിക്കിരി എന്ന് പറയുന്നത് ഡോക്ടറല്ലേ? സംസ്കൃതം കണ്ട. അപ്പോത്തിക്കിരി ജർമ്മൻ ആണോ? ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം, മിടുക്കനാണ്. എല്ലാ പാട്ടും വളരെ മനോഹരമായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആരാവണെന്ന മധുവങ്ങൾ പറഞ്ഞേ? വിഷത്തോരൻ. മധുവങ്ങളവൻ പറഞ്ഞത് കേട്ടോ? എന്താ വിഷത്തോരൻ? വിഷത്തോരനോ? എന്ത് തോരൻ? വിഷദ്വരൻ. വിഷദ്വരനല്ല, ഭിഷഗ്വരൻ. പറഞ്ഞോ? പറഞ്ഞ സാധനം. പറഞ്ഞ സാധനം. അപ്പൊ നമ്മുടെ ഭിഷഗ്വരന് ഇന്ന് എത്രയായിരിക്കും മാർക്ക് എന്നിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ മാർക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 plus 1 star for Rijwal the Ujjwalan the മരയൊന്നിന് ചായമടിക്കുന്നു, മധുരമഴ. അങ്ങനെ സ്റ്റാറും കിട്ടി. റിജ്വൽ കുട്ട, ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ പുതിയ റൗണ്ടില് 100 മേടിക്കുന്ന വിത്ത് സ്റ്റാർ. അപ്പൊ റിജ്വൽ കുട്ടൻ റിയൽ സ്റ്റാർ ആണ്. ഓക്കെ, ഇനി എടുത്തോ. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ ഇന്നത്തെ. റിജ്വൽ കുട്ടനാണ് പെർഫോമർ ഓഫ് ദ ഡേ. ആരെയാ വിളിക്കണ്ടേ എവിടുന്ന്? റിജ്വലിന് കുട്ടൂസ്. പിന്നെ സോറി, ആര്യ ചേച്ചി, വെൽക്കം. നമ്മുടെ കിടുവയ്ക്ക് ഇന്ന് 100 out of 100, 1 star and performer of the day. അതെ, വിലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ റിജ്വൽ കുട്ടന്. എന്ത് ചെയ്യണം? ബ്രഷ് ബിഫോർ
ബെഡ്. ഗുഡ് ആൻഡ് ആഫ്റ്റർ ബോയ്. ബെഡ് ടു. പോയിന്റ്. അപ്പൊ താങ്ക് യു റിജൽ കുട്ട. ടാറ്റാ. ടാറ്റ. ആര്യക്കുട്ടി ടാറ്റ. താങ്ക് യു. ടോപ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും ഇനി നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ, നാളെ ഏതൊക്കെ പാട്ടാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ടാറ്റ പറയാം. നാളെ വീണ്ടും കാണും.